പ്രിയപ്പെട്ട ചിങ്ങം രാശിക്കാരെ, നിങ്ങൾക്ക് ഈ മാസം പൊതുവായി സാമ്പത്തികം, വസ്തു, ഭൂമി, വാഹനം, പഠനം, കുടുംബം എന്നീ വിഷയങ്ങളിൽ ഗുണഫലങ്ങളും, ജോലി, ബിസിനസ്, ആരോഗ്യം, വിവാഹം, സന്താന വിഷയം എന്നിവയിൽ പൊതുവായി ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ചിങ്ങം രാശിക്കാരായ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയുന്നത്, നിങ്ങൾ അത്യാവശ്യം തലക്കനം അല്ലെങ്കിൽ ഈഗോ ഉള്ളവരാണ്. എല്ലാം എന്നെ തേടി വരും, അല്ലെങ്കിൽ ഞാൻ പലതിനും യോഗ്യനാണ് എന്നുള്ള ചിന്ത കാരണം ഒന്നിനെയും അങ്ങോട്ട് തേടി പോകാതിരിക്കുകയും ഒന്നിൻ്റെയും പുറകെ പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം തീർച്ചയായിട്ടും ഉണ്ടാകും. അത്തരം മനോഭാവം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാനും അതിനെ തേടിപ്പോകുവാനുമുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് നൽകുക. നമ്മൾക്കിനി ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നോക്കാം. സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ വ്യക്തിത്വം കൊണ്ടുണ്ടാകുന്ന ലാഭങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതായത് നിങ്ങളൊരു ജോലി ചെയ്യുകയാണ് എങ്കിൽ അതിലെ വൈദഗ്ധ്യം കൊണ്ട് നിങ്ങളെ ആളുകൾ തേടി നിങ്ങൾക്ക് കൂടുതൽ സാമ്പത്തികപരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായേക്കാം. വസ്തു, വാഹനം മുതലായ വിഷയങ്ങളിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട്. പുതിയതായി വസ്തു വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വയ്ക്കുവാനും അതുപോലെ തന്നെ ഭൂമി വാങ്ങുവാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അനുകൂലമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് സെപ്റ്റംബർ മാസം. പഠന വിഷയത്തിൽ പ്രധാനമായും ചിങ്ങക്കൂറുകാർക്ക് വിദേശവാസം, വിദേശത്ത് പോയി പഠിക്കുവാനുള്ള ഒരു യോഗം ഉണ്ട് എന്ന് പറയാം. നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉള്ള ഒരു സമയമാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ചിങ്ങക്കൂറുകാർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ ജോലി ചെയ്യുന്ന അന്തരീക്ഷത്തിൽ ശത്രുക്കളും അതുപോലെ തന്നെ പ്രയാസങ്ങളും സൃഷ്ടിച്ചേക്കാം. നിങ്ങളുടെ ബോസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സഹപ്രവർത്തകരിൽ നിന്നും സഹകരണമില്ലായ്മ, ഇവയൊക്കെ ജോലി സ്ഥലത്ത് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ അതിനെ യഥാവിധി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചിങ്ങൻ രാശിക്കാർക്ക് അത്ര ഒരു അനുകൂലമായിട്ടുള്ള സമയമല്ല. പുതിയ ബിസിനസ്സുകൾ നിങ്ങളിൽ ജാതകം അനുകൂലമല്ല എങ്കിൽ തീർച്ചയായും ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും നിലവിലുള്ള ബിസിനസ്സിനെ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള മീഡിയകൾ വഴിയും പ്രചരിപ്പിക്കുന്നതും അതിനെ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു മാസമാണ്. കുടുംബം വിഷയത്തിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ്. നല്ല രീതിയിൽ കുടുംബാംഗങ്ങളുമായിട്ട് സൗഹൃദം പുലർത്തി നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ കൂടെ നിൽക്കുന്ന രീതിയിൽ തന്നെ ഈ മാസം തീർച്ചയായിട്ടും ഫലങ്ങൾ പറയാം. വിവാഹം കഴിക്കാത്ത ആളുകൾക്ക്, ചിങ്ങക്കൂറുകാർക്ക് അല്പം ചില ബുദ്ധിമുട്ടുകൾ ഈ മാസം നേരിടേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളുകൾക്കും സന്താനങ്ങൾ ഉള്ളവർക്കും അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും വിഷയങ്ങളും വരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ആരോഗ്യ വിഷയത്തിൽ ചിങ്ങക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിലൂടെ ചികിത്സയ്ക്കും മരുന്നിനും ധനനഷ്ടം വരുവാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വിഷയത്തിലും അതിനെ പരിപാലിക്കുന്ന രീതിയിലും ചിട്ടയായ ഭക്ഷണക്രമം, വ്യായാമം, മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ധ്യാനം മുതലായവ ഉണ്ടാകുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഈ മാസത്തെ പരിഹാരമായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ശിവക്ഷേത്ര ദർശനം നടത്താം. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിക്ക് പ്രാർത്ഥന, നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും പോയി പ്രാർത്ഥിക്കുന്നതും പിതൃക്കളുടെ അനുഗ്രഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ ഉത്തമമായിരിക്കും. എല്ലാറ്റിലും ഉപരി മനസ്സിൻ്റെ ശാന്തിക്ക് ധ്യാനം, ജപം എന്നിവ ശീലിക്കുന്നതും വലിയ രീതിയിൽ തന്നെ ഗുണം ചെയ്യും. ഇത്രയുമാണ് ഈ മാസത്തെ ഫലങ്ങളും പരിഹാരങ്ങളുമായിട്ട് ചിങ്ങം രാശിക്ക് പറയാനുള്ളത്. ഏവർക്കും
നന്ദി, നമസ്കാരം.